കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കൃഷ്ണപ്രഭയെ കൊണ്ട് ഞാൻ തോറ്റു. ഇതൊന്നും ഇങ്ങനെ നാട് മുഴുവൻ പറഞ്ഞു നടക്കാൻ പാടില്ലെന്ന് എത്ര പറഞ്ഞാലും കൃഷ്ണപ്രഭ കേൾക്കില്ല അല്ലേ? എന്റെ കൃഷ്ണപ്രഭെ, നമ്മൾ ചെയ്യുന്ന സേവനങ്ങള് ഇങ്ങനെ അങ്ങാടിപ്പാട്ടായാൽ പിന്നെ അതിന് ഫലം ഉണ്ടാവില്ല. കർത്താവ് തമ്പുരാൻ എന്നതാ പറഞ്ഞേക്കുന്നത്? വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ലെന്ന്. ആന്നേ അല്ലേ? അപ്പൊ പിന്നെ നമ്മളിത് ഫ്ലാഷ് ആക്കാൻ പാടുണ്ടോ? കൃഷ്ണപ്രഭയെ ഞാനും നമ്മുടെയും സഹായിക്കുന്നത് നമ്മുടെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാ, അല്ലാതെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. കൃഷ്ണപ്രഭ എന്നാത്തിനപ്പ ഇങ്ങോട്ട് വന്നത്? അനിയത്തിന്റെ ഫീസിന് സമയമായെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയല്ലേ? അത് ഇന്നലെ തന്നെ ഞാൻ അടച്ചു. അതിനുവേണ്ടി കൃഷ്ണപ്രഭ കഷ്ടപ്പെട്ട് ഇതുവരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി. കൃഷ്ണപ്രഭ വന്നേ, പറയട്ടെ. ഞാൻ ഈ കുട്ടിയെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടില്ല. അങ്ങനെ പരിചയപ്പെടാൻ മാത്രമൊന്നുമില്ല. കൃഷ്ണപ്രഭയെ പോലെ തന്നെ ദൈവകൃപയാൽ കഴിഞ്ഞു പോകുന്ന ഒരു പാവം പെൺകുട്ടി. കൃഷ്ണപ്രഭ വാ. അത് പിന്നെ ഓൾ എന്നാത്തിന് ഇവിടെ വന്ന് തണുപ്പ് പിടിക്കുന്നത്? അകത്ത് ചെല്ലുമോളെ, ശരി. കൃഷ്ണപ്രഭേ വാ, വന്നേ. വരാൻ. നീ ഇതെന്നാ ഭാവിച്ചാടി? നിനക്ക് എന്നാ രഹസ്യമാ ഇതിന് മാത്രം അവളോട് പറയാനുള്ളത്? എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആശാനും ശിഷ്യനും കൂടി എന്നെ ചതിച്ച കഥ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കഥ, നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് മുമ്പ് ഞാൻ ഒഴിവാക്കിയ കുഞ്ഞുങ്ങളുടെ കഥ. എന്താ പറയാൻ ഒരുപാട് കഥകൾ എനിക്കില്ലേ? ഇതെല്ലാം കൂടി ഒറ്റ ശ്വാസത്തിൽ ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണമെന്ന് നിനക്ക് വല്ല നിർബന്ധമുണ്ടോ? വേണ്ട, അധ്യായമായി സാവകാശം ഓരോന്നായി പറഞ്ഞു കൊടുക്കാം. അപ്പോ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയല്ലേ കൃഷ്ണപ്രഭ? അതെ ലൂയിസ് മുതലാളി, ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം ആത്മാഭിമാനത്തോടെ. പെണ്ണായിട്ടോ ആണായിട്ടോ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ. പക്ഷേ അത് ബാക്കിയുള്ളവരുടെ ജീവിതം കളഞ്ഞിട്ടാവരുത്. അപ്പൊ എന്റെ ജീവിതം പൊയ്ക്കോട്ടെ എന്നല്ലേ? മാനവും മര്യാദയ്ക്ക് നിന്ന ആരുടെ ജീവിതവും പോകത്തില്ല. എന്റെ മാനമൊക്കെ പണ്ടേ നിങ്ങൾ നശിപ്പിച്ചതല്ലേ? കാശും പ്രതാപം ഉണ്ടെങ്കിൽ എന്നാ മാനം എന്നാ മാനക്കേട്. നീ ഒന്ന് തഞ്ചപ്പെട് കൃഷ്ണപ്രഭ. ഞാൻ എങ്ങനെയെങ്കിലും ആ നമ്പടിയെ പറഞ്ഞൊന്ന് സൈസാക്കി തനിക്കൊരു ലൈഫ് തരാനുള്ള ശ്രമത്തില. അതിനിടയ്ക്ക് നീ ഇങ്ങനെ അടിക്കടി ഇങ്ങോട്ട് കേറി വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നെ വെറുപ്പിക്കല്ലേ. തൽക്കാലം നീ ഒന്ന് പോയി തരൂ പ്ലീസ്. നിങ്ങളുടെ ഈ ചക്രവർത്താനം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. എനിക്കൊരു ജീവിതം തരാന്ന് പറയുന്നതല്ലാതെ നടപടിയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. എന്റെ കൃഷ്ണപ്രഭ, ഈ ജീവിതം എന്ന് പറയുമ്പോ അത് പരിമലപ്പള്ളി പെരുന്നാളിന് കുരിശുകവലയിൽ നിന്ന് മെഴുകുതിരി പോലെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല. അത് ഒത്തുവരാൻ നമ്മളൊന്ന് ക്ഷമയോടെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. ഞാൻ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ടേ വർഷം 8 ആയി. ഇതുവരെ പ്രയോജനമൊന്നും കണ്ടില്ലല്ലോ. അതെ, നിലമ്പൂരിൽ എനിക്കൊരു തേക്കും തോട്ടം ഞാൻ നട്ടിട്ട് കാത്തിരിക്കുക 100 വർഷം തികയാൻ. അതൊരു നടക്കാത്ത സ്വപ്നമാണെന്ന് അറിഞ്ഞിട്ടും ഞാനിപ്പോ കാത്തിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് മറച്ചു വെക്കാൻ പറ്റുന്നുള്ള ഉറപ്പുകൊണ്ടാ. മറിച്ചു വെക്കാൻ ഇത് തേക്കും തോട്ടമൊന്നും അല്ല, എന്റെ ജീവിതം. വിളവെടുപ്പ് എനിക്ക് ഈ ജന്മം തന്നെ വേണം. ഇനി ഈ പേരും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. കൂട്ടുകാരനോട് പറഞ്ഞേക്ക്. ശരി. ഇനി വാക്കുമാറ്റിയ കൃഷ്ണപ്രഭ ആരാണെന്ന് അയാൾ അറിയും. എന്റെ പൊന്ന് കൃഷ്ണപ്രഭ, തൽക്കാലം നീ ഒന്ന് പോ. ക്ലാരടുത്തേ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എല്ലായിടത്തും ക്ലാരടുത്തേക്ക് ഒരു കണ്ണു വേണമെന്നുള്ളത്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മുതലാളി. എന്നിട്ടാണോ ആ പെണ്ണ് 24 മണിക്കൂർ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പുറത്തുനിന്ന് വന്ന ആരും അവളെ കാണാൻ പാടില്ലെന്ന്? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മുതലാളി. അതെ ക്ലാരടുത്തി, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ക്ലാരടുത്തേക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ, ഞാൻ വേറെ ആളെ വെച്ചോളാം. വേണ്ട മുതലാളി, ഞാൻ നോക്കിക്കോളാം. ശരി, ഇനി മേലെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. ഇല്ല മുതലാളി. ദാ മോളെ, ജ്യൂസ് കുടിക്കേ. ആരാ ചേട്ടത്തി ഈ കൃഷ്ണപ്രഭ?
അവരും അങ്കിളുമായിട്ട് എന്താ ഇടപാട്? എന്തിടപാട്? ഓ, മുമ്പൊരിക്കൽ ഞാൻ മോളോട് പറഞ്ഞല്ലേ, പണമിടപാട് തന്നെ. ഓ, അങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം മുതലാളി വാരി കോരി കൊടുക്കുന്നു. ഓർമ്മയും കണക്കും ഒന്നും ആർക്കും ഇല്ലല്ലോ. അല്ലേലും കണക്ക് പറയേണ്ടത് നമ്മളല്ലല്ലോ, കർത്താവ് തമ്പുരാനല്ലേ. എല്ലാം അങ്ങേര് കണ്ടോണ്ടിരിക്കയല്ലേ. മുത്തശ്ശി എന്ത് ഭാവിച്ച? മനസ്സിലായില്ല. എവിടെയെങ്കിലും പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞതല്ലേ? ആര് പറഞ്ഞു? നീ എന്നെ നിയന്ത്രിക്കാൻ മാത്രമൊക്കെ ആയോ? ആരും നിയന്ത്രിച്ചൊന്നുമല്ല, വീട്ടിലിരിക്കുന്നവർക്കേ അറിയൂ അതിന്റെ വേവ്. എന്ത് വേവ്? പുറത്തോട്ടിറങ്ങിയ വഴിതെറ്റി പോകാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഇവളെ ഈ വഴിയെ കൂടെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടുപോയി പഠിപ്പിച്ചത് ഞാനാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിക്ക് ഈ നാട്ടിലെ വഴിയൊക്കെ നന്നായിട്ട് അറിയാം. എന്നുവെച്ച് തോന്നുന്ന പോലെ ഇറങ്ങി പോണോന്നാണോ? ചേടാ, എനിക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്ത് ശരി? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ആ മായ പോയി കാണുന്നേ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. നീ ആരടി എന്നെ ചോദ്യം ചെയ്യാൻ? ഉത്തരം മുട്ടുമ്പോഴുള്ള ഈ പ്രകടനം ഉണ്ടല്ലോ, കാണാൻ ഒരു ശേലുമില്ല. നീ എന്തിനാ എന്റെ മുഖത്തോട്ട് നോക്കാൻ പോകുന്നേ? അത് കൊള്ളാം. മുമ്പിൽ വന്ന് ഈ കള്ളത്തരം കാണിക്കുമ്പോഴേ ആരായാലും നോക്കിപ്പോ. ഞാൻ എന്ത് കള്ളത്തരം അടി കാണിച്ചേ? എന്റെ ആദ്യമോന്റെ പെണ്ണിന്റെ അമ്മയെ കാണാൻ പോകുന്ന അത്ര വലിയ മഹാപരാധമാണോ? മുത്തശ്ശി ആരെയും തോൽപ്പിക്കുന്ന? എന്നെയോ അതോ എന്റെ ഭർത്താവിനെയോ? തോൽക്കാൻ തയ്യാറായി ഇറങ്ങിയവരോട് ഞാനെന്ത് പറയാന്? മാസം 2 കഴിഞ്ഞു എന്റെ കൊച്ചിനെ കാണാതായിട്ട്. കരഞ്ഞും കാല് പിടിച്ചും ഞാൻ മടുത്തു. ഇനിയിപ്പൊ എനിക്ക് എന്റേതായ വഴി നോക്കിയേ പറ്റൂ. എന്ത് വഴി? ആ വഴി ഞങ്ങളൂടെ ഒന്ന് അറിയട്ടെ. പറഞ്ഞില്ലേ ഞാൻ, അത് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് സൗകര്യമില്ലെന്ന്. ചോദിച്ചത് മറ്റുള്ളവരൊന്നും അല്ലല്ലോ, സ്വന്തം കൊച്ചുമോളല്ലേ. നീ മിണ്ടി പോകരുത്. നീ ഒറ്റ ഒരാളാ ഇവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്.